ഹരേ രാമാം ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. വരുന്ന 7 ദിനങ്ങൾ ഈ നക്ഷത്ര ജാതകരെ ഭാഗ്യം കടാക്ഷിക്കും. അതായത് നാളെ മുതൽ നവംബർ 1 വരെയുള്ള 7 ദിവസങ്ങളിൽ ഭാഗ്യ കൊടുമുടി കയറുന്ന നക്ഷത്ര ജാതകർ ഇവരാണ്. ആദിത്യൻ നീചക്ഷേത്രമായ തുലാം രാശിയിൽ ചോതി ഞാറ്റുവേലയിലാണ്. ചന്ദ്രൻ വെളുത്ത പഞ്ചമി മുതൽ ഏകാദശി വരെ തിഥികളിൽ സഞ്ചരിക്കുന്നു. വ്യാഴം ഉച്ചക്ഷേത്രമായ കർക്കടകത്തിലാണ്. ശനി മീനൻ രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു. രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമായാണ് സഞ്ചരിക്കുന്നത്. ബുധൻ വൃശ്ചികം രാശിയിലാണ്. ചൊവ്വ ഒക്ടോബർ 27-ന് വൃശ്ചികം രാശിയിൽ പ്രവേശിക്കും. ശുക്രൻ നീചക്ഷേത്രമായ കന്നി രാശിയിൽ തുടരുന്നു. തൃക്കേട്ടയിൽ തുടങ്ങി ചതയം വരെയുള്ള നക്ഷത്ര മണ്ഡലങ്ങളിലൂടെയാണ് ഈ ആഴ്ചത്തെ ചന്ദ്രസഞ്ചാരം. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ വരുന്ന 7 ദിവസങ്ങൾ നിങ്ങൾക്ക് ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് ഭാഗ്യമായ അനുഭവങ്ങൾ വന്നു ചേരുന്നതെന്നും സാമ്പത്തിക വളർച്ച, വൈകാരിക മാറ്റങ്ങൾ എന്നിവയെല്ലാം തന്നെ ഏതെല്ലാം നക്ഷത്ര ജാതകർക്കാണ് വന്നു ചേരുന്നത് എന്നും നോക്കാം. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. സഫലമായ ഒരു വാരമാണ് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് കേസരി യോഗമുണ്ട്. ചന്ദ്രനും വ്യാഴത്തിനും ബലം ഭവിക്കുന്നു. അതിനാൽ തന്നെ മനച്ചാഞ്ചല്യം ഒഴിവാക്കി കർമ്മനിരതരാകേണ്ട സന്ദർഭമാണ്. തൊഴിലിടത്തിൽ വ്യക്തമായ ആസൂത്രണം, കൃത്യനിർവഹണം എന്നിവ കൂടിയേ കഴിയൂ. പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നെത്തും. ആദിത്യൻ അനിഷ്ടനാകിയാൽ ലക്ഷ്യബോധം കുറയുന്നതാണ്. ഉന്നതരുടെ പിന്തുണ വാക്കിലൊതുങ്ങും. ഗാർഹികമായ സ്വൈര്യം നിങ്ങൾക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാം. പഴയ കടബാധകൾ തീർക്കുവാൻ ചില വഴികൾ തെളിഞ്ഞു കിട്ടുന്ന വാരമാണ്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ ശുക്രന് നീചം തുടരുകയാൽ അവഗണനയുണ്ടാകും. ന്യായമായി കിട്ടേണ്ട പരിഗണന ഒരിടത്തുനിന്നും ലഭിക്കുന്ന വാരമല്ല. ഔദ്യോഗിക ജോലികൾ കൂടുവാനുള്ള സാധ്യതയുണ്ട്. പകരക്കാർ നിങ്ങൾക്ക് ചീത്തപ്പേര് സമ്മാനിക്കും. വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതിരിക്കുന്നതാണ് ഉത്തമം. നിങ്ങളുടെ പേരക്കുട്ടികളുള്ള സ്നേഹം ഹൃദയത്തിൽ പന്തലിക്കും. വാക്കുകളിൽ കരുതലുണ്ടാകണം. ലഭിച്ച വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാത്തത് വിഷമിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ രാശാധിപനായ ചൊവ്വ അഷ്ടമത്തിലേക്ക് നീങ്ങുകയാൽ ദേഹമന ക്ലേശങ്ങൾ ഭവിക്കുവാൻ ഇടയുള്ള വാരമാണ്. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. ചില കാത്തിരിപ്പുകൾക്ക് അവസാനമാകും. സൂത്രപ്പണികൾ വിജയം കൊയ്യുന്നതാണ്. ന്യായമായ ആവശ്യങ്ങൾക്ക് ധനം വന്നെത്തുന്ന വാരമാണ്. പുതിയ കാര്യങ്ങളുടെ നിർവഹണത്തിൽ കൂടുതൽ മനസ്സർപ്പിക്കേണ്ട സ്ഥിതിയുണ്ടാകും. ഗവേഷകരായ ആളുകൾക്ക് പ്രബന്ധ അവതരണത്തിനുള്ള സമയപരിധി അടുക്കും. കടബാധകൾ പരിഹരിക്കുവാൻ കൂടുതൽ കടം വാങ്ങുന്നതിന് ഉൾപ്രേരണയുണ്ടാകുന്ന വാരമാണ്. മകളുടെ കുടുംബത്തിനൊപ്പം പോയി കുറച്ചുനാൾ താമസിക്കേണ്ടി വന്നേക്കാം. ചികിത്സാ മാറ്റം വളരെയധികം ജാഗ്രത വേണ്ട വാരമാണ്. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. കാര്യനിർവഹണം നേട്ടങ്ങൾക്ക് കാരണമാകും. അപ്രതീക്ഷിത സഹായം അതുമല്ലെങ്കിൽ സഹകരണം ലഭിക്കുന്ന വാരമാണ്. ഉദ്യോഗസ്ഥർക്ക് ഏകോപനം സുസാധ്യമാകും. കച്ചവടത്തിൽ നിന്നും ആദായം വർദ്ധിക്കുന്ന വാരമാണ്. പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ തർക്കം മുറുകുന്നതാണ്. മകൻ്റെ പ്രവർത്തനങ്ങളെ ചൊല്ലി ചില അലോസരങ്ങൾ ഉയരും. മുൻ നിശ്ചയിച്ച യാത്രകൾ മാറ്റിവെക്കേണ്ടി വന്നേക്കാം. മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയിക്കുവാൻ സാധിക്കുന്നതാണ്. അതിഥികൾക്കായി കുറച്ചധികം സമയം മാറ്റിവെക്കുവാൻ ഇടയുണ്ട്. ഞായർ മുതൽ ചൊവ്വ വരെ അഷ്ടമ രാശിക്കൂറാകിയാൽ വളരെയധികം കരുതൽ പുലർത്തേണ്ട ദിവസങ്ങളാണ്. അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. വാരാദ്യ ദിനങ്ങളിലെ ക്ലേശവും അലച്ചിലും പണച്ചെലവും ഒഴിച്ചാൽ ഗുണാനുഭവങ്ങൾ കുറയില്ല. നേതൃത്വ പദവികൾ തന്നു പരിഗണിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ടാകും. ആത്മവിശ്വാസം ഉയരുന്ന വാരമാണ്. വിദ്യാർത്ഥികൾക്ക് കായിക മത്സരങ്ങളിൽ വിജയമുണ്ടാകും. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ആശ്വാസമുണ്ടാകുന്ന വാരമാണ്. പഴയ ചിന്താഗതി ഉപേക്ഷിക്കുവാനും കാലത്തിനൊപ്പം സഞ്ചരിക്കുവാനും സന്നദ്ധത ഉണ്ടാകും. ഗ്രഹപ്പിഴകളുടെ കത്തിപ്പേശങ്ങൾ അരങ്ങൊഴിയുന്നതിൽ സന്തോഷിക്കുവാൻ സാധിക്കുന്നതാണ്. ഉപരിപഠന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്.
വാക്കുകളുടെ വശ്യകാന്തി അനുയായികളെ സൃഷ്ടിക്കുവാനിടയുണ്ട്. പഴമയെ ഇഷ്ടപ്പെടുമ്പോഴും പുതുമയെ എല്ലാം ചേർത്ത് നിർത്തുവാൻ സാധിക്കും. കുടുംബത്തിലെ ചില പിന്തുണ എപ്പോഴും ഉണ്ടാകണമെന്നില്ല. ധനച്ചെലവ് ചെയ്യുവാൻ മടിക്കില്ല. പക്ഷേ ദുർവ്യയം കഴിവതും ഒഴിവാക്കേണ്ട വാരമാണ്. കൃത്യാന്തരങ്ങൾ ദേഹക്ലേശം സമ്മാനിക്കും. ആരോഗ്യ പരിപാലനത്തിൽ ഉപേക്ഷ വിചാരിക്കരുത്. വ്യാഴം വെള്ളി മേന്മ കുറയുന്നതാണ്. അതിഥികളെ സൽക്കരിക്കുവാനും അവരുടെ നല്ല വാക്കുകൾ കേൾക്കുവാനും ഈ ആഴ്ച സാധിക്കുന്നതാണ്. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. നക്ഷത്രാധിപൻ ഉച്ചത്തിൽ സഞ്ചരിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. ദിശാബോധത്തോടെ പ്രവർത്തിക്കുവാൻ കഴിയും. തടസ്സങ്ങളെ മറികടന്ന് മുന്നേറുവാൻ സാധിക്കുന്നതാണ്. കാര്യസാധ്യത്തിന് ഉന്നതരുടെ പിന്തുണ ലഭിക്കും. ലഘു വിഷയങ്ങളിൽ നിന്ന് മനസ്സ് ഉയരുന്നതാണ്. ആധ്യാത്മിക സാധനങ്ങൾ ഫലവത്താകും. ഗുരുജനങ്ങളെ കാണുവാനുള്ള അവസരം കൈവരുന്ന വാരമാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ കഴിയും. മകൻ്റെ മേൽ പഠനത്തിനുള്ള തുക കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. ഭാവി സംബന്ധിച്ച ഗൗരവമുള്ള ആലോചനകളിൽ ഏർപ്പെടുന്നതാണ്. അറിവ് നേടുവാനുള്ള വ്യഗ്രത തുടരും. ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകും. നിയമപ്രശ്നങ്ങളിൽ വിദഗ്ധമായ ഉപദേശം സ്വീകരിക്കുവാൻ ഈ ആഴ്ച സാധിക്കുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. ജന്മരാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്നത് പ്രതിസന്ധികൾക്ക് കാരണമായേക്കും. സ്വസ്ഥത കുറയുവാനിടയുണ്ട്. വ്യാമോഹങ്ങളുടെ കയ്യിലെ കളിപ്പാവ എന്ന സ്ഥിതി ഈ ആഴ്ചയുണ്ടാകും. ഈ ആഴ്ചയിൽ ഗുണാനുഭവങ്ങൾ കലരുന്നതാണ്. നക്ഷത്രാധിപനായ ശനിയുടെ വക്രഗതി ഉള്ളതിനാൽ മുൻവച്ച കാൽ പിന്നിട്ടെടുക്കുവാൻ സാധ്യതയുണ്ട്. രാശിനാഥനായ ചന്ദ്രൻ 6-7 ഭാവങ്ങളിൽ കൂടി ഏകാന്ത സഞ്ചാരം നടത്തുന്നതിനാൽ ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നതാണ്. ഒപ്പം തന്നെ അനുഭവങ്ങളും ഭവിക്കുന്നതാണ്. വെള്ളി ശനി ദിവസങ്ങൾ നവസംരംഭങ്ങൾക്ക് ഉചിതമായ ദിവസങ്ങളെല്ലാം. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. ബുധന് കുജയോഗം തുടരുകയാൽ പിരിമുറുക്കം കുറയില്ല. പല കാര്യങ്ങളിലും അനാവശ്യമായ ഉത്കണ്ഠ ഉയരുന്നതാണ്. ന്യായത്തിൻ്റെ ഭാഗം കേൾക്കുവാൻ തയ്യാറേക്കില്ല. ഗൃഹനിർമ്മാണത്തിൻ്റെ ചെലവുകൾ വർദ്ധിക്കും. പണം കണ്ടെത്തുക എന്നത് ദുഷ്കരമാകുന്നതാണ്. കുടുംബത്തിൻ്റെ പിൻബലം കരുത്തു പകരും. മകൻ്റെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കുവാൻ തയ്യാറാകും. വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ നിർബന്ധശീലം പുലർത്തുന്നതാണ്. യുവാക്കളുടെ പ്രണയബന്ധം പുഷ്കലമാകും. വിശ്രമം കുറയുന്ന വാരമാണ്. വാരാന്ത്യ ദിനങ്ങളിൽ അലച്ചിലുണ്ടാകുവാനും ഇടയുള്ള വാരമാണ്. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. കൂടുതൽ ഈ ആഴ്ച അധ്വാനിക്കേണ്ടി വരും. ഔദ്യോഗികമായ പല കാര്യങ്ങളുടെയും ഉള്ളുകളികൾ മനസ്സിലാക്കുവാൻ കഴിയും. സംഘടനാ ചുമതലകളോട് വിരക്തി അനുഭവപ്പെടുന്നതാണ്. സ്വയം ഒഴിയുവാനുള്ള ശ്രമങ്ങൾ വിജയിച്ചേക്കില്ല. സുഹൃത്തുക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മുന്നിൽ നിൽക്കുവാൻ കഴിയുന്നതാണ്. സാമ്പത്തികമായ ഇടപാടുകളിൽ വളരെയധികം കരുതലുണ്ടാകണം. കുടുംബത്തിനൊപ്പം ലഘുയാത്രകൾ, വിനോദം, പുറമേ നിന്നുള്ള ഭക്ഷണം ഇത്യാദികൾക്ക് സന്ദർഭം സൃഷ്ടിക്കുന്നതാണ്. ദാമ്പത്യത്തിൽ തൃപ്തിയുണ്ടാകും. തിങ്കൾ ചൊവ്വ ദിവസങ്ങൾക്ക് ഗുണം കുറയുന്നതാണ്. അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്. ജനോപകാരപ്രദമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ഏകാഗ്രത പുലർത്തുവാൻ കഴിയുന്നതാണ്. ദീർഘവീക്ഷണം മേലധികാരികളാൽ അഭിനന്ദിക്കപ്പെടും. വശ്യവചസ്സുകൾ ഉയരുന്നതാണ്. കവിതയിലും രചനയിലും സ്വന്തം കഴിവ് പ്രദർശിപ്പിക്കുവാനുള്ള അവസരം വന്നു കിട്ടും. പഠിച്ച വിഷയങ്ങളെ സംശയം തീർക്കുവാനുള്ള അവസരം കൈവരുന്നതാണ്. കുടുംബാംഗങ്ങളുടെ തെറ്റിദ്ധാരണ തീർക്കുവാൻ കഴിയും. സാമ്പത്തികമായി അല്പം പിരിമുറുക്കം ഏർപ്പെട്ടാലും പരിഹരിക്കുവാൻ കഴിയുന്ന വാരമാണ്. തീർത്ഥാടനത്തിലുള്ള ഗ്രൂപ്പിൽ അംഗമാക്കുവാൻ കഴിയും. വാരാദ്യ ദിനങ്ങളിൽ മുഷ്ടിലും സ്വയം നിന്ദയും അനുഭവപ്പെടുന്നതാണ്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. അനാവശ്യമായ ഉദ്യോഗങ്ങൾ കഴിവതും ഒഴിവാക്കേണ്ടതാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങിയാൽ വിജയിക്കുവാൻ അത്യധ്വാനം ആവശ്യമാണ്. വിമർശനങ്ങളെ തള്ളിക്കളയുവാൻ കഴിയും. ചിട്ടി, നറുക്കെടുപ്പ് ഇവയിൽ നിന്നും നിങ്ങൾക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ബിസിനസ്സിൻ്റെ നവീകരണത്തിന് വായ്പ വാങ്ങിയ തുക തിരിച്ചടയ്ക്കുവാൻ കഴിയും. കുടുംബകാര്യങ്ങളിൽ ജീവിത പങ്കാളിയുടെ വാക്കിന് ചെവി കൊടുക്കും. മകൻ്റെ ജോലിക്കാര്യത്തിൽ ശുപാർശ ഫലം കാണുന്നതാണ്. ബന്ധുക്കളുടെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ശ്രമം നടത്തുവാൻ കഴിയും. ആധ്യാത്മിക കാര്യങ്ങളിൽ മുൻപത്തെക്കാൾ താല്പര്യം വർദ്ധിക്കുന്ന വാരമാണ്.
അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. ദേഹക്ലേശം പ്രശ്നങ്ങൾ സമ്മാനിക്കും. പുതിയ ചികിത്സ പരീക്ഷിക്കുവാൻ ഒരുങ്ങുന്നതാണ്. സ്വതന്ത്ര നിലപാടുകൾ പിൻവലിക്കുവാൻ സംഘടനയുടെ ഉള്ളിൽ നിന്നും സമ്മർദ്ദം ഉണ്ടാകുന്ന വാരമാണ്. വാഹനം വാങ്ങുവാനുള്ള ഭാഗ്യമുണ്ട്. ഭൂമിയിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാം. നിങ്ങളുടെ സഹോദരങ്ങളുടെ സഹായം ലഭിക്കുന്ന വാരമാണ്. സർക്കാർ കാര്യങ്ങളിൽ പുനഃശ്രമങ്ങൾ ആവശ്യമായി വരും. ഗൗരവമുള്ള പഠനം, ശാസ്ത്രീയ അന്വേഷണം എന്നിവയ്ക്ക് സമയം കണ്ടെത്തും. ഭോഗസുഖമുണ്ടാകും. പ്രണയികൾക്ക് അടുപ്പം വർദ്ധിക്കുന്നതാണ്. വാരാന്ത്യ ദിവസങ്ങൾക്ക് വളരെയധികം നേട്ടവും ഗുണവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. മാതാപിതാക്കളുടെ പിന്തുണ ലഭിക്കും. ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നതാണ്. യാത്രാവേളകളിൽ കളവ് പോകാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധയുണ്ടാകണം. സാമ്പത്തികമായ ഇടപാടുകൾക്ക് ജാമ്യം നിൽക്കുമ്പോൾ വളരെയധികം കരുതൽ വേണ്ട വാരമാണ്. വാക്കുകൾ പരുഷങ്ങളായേക്കും. വിവാദങ്ങളിൽ നിന്നും കഴിവതും അകന്നു നിൽക്കണം. അയൽ പ്രശ്നങ്ങളിൽ മൗനം ഭൂഷണമായിരിക്കും. ആദർശവും പ്രായോഗികതയും ജീവിതത്താൽ സമന്വയിക്കുവാൻ പരമാവധി പരിശ്രമിക്കുന്നതാണ്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ഭാരം വർദ്ധിക്കുന്നതാണ്. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. ജന്മനക്ഷത്രത്തിൽ ആദിത്യൻ സഞ്ചരിക്കുന്നതിനാൽ അലച്ചിലുണ്ടാകും. തൊഴിലിൽ പ്രതികൂല സാഹചര്യം വരുവാനിടയുള്ളതിനാൽ വളരെയധികം കരുതൽ വേണം. ഉദ്യോഗസ്ഥർക്ക് മേലധികാരിയുടെ ശാസന കേൾക്കേണ്ടി വരും. പഴയകാല സുഹൃത്തുക്കളെ കാണുവാൻ കഴിയുന്നതാണ്. അന്യരുടെ കാര്യങ്ങളിൽ സമയവും ഊർജവും ചെലവഴിക്കേണ്ടി വരും. ഉപാചപങ്ങൾക്ക് കഴിവതും ചെവി കൊടുക്കരുത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ ഏറ്റെടുക്കുന്നതാണ്. കുടുംബത്തിൽ നിന്നും മാറി താമസിക്കേണ്ടി വരും. വിദേശത്ത് പോകുവാനുള്ള ശ്രമം ഫലവത്താകുന്നതാണ്. പകരക്കാരെ തൊഴിൽ ചുമതലകൾ ഏൽപ്പിക്കുന്നത് വളരെയധികം കരുതലിട വേണം. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. പ്രതികൂലതകൾ ഉണ്ടാകുമെങ്കിലും അവയെ തരണം ചെയ്ത് മുന്നേറുവാൻ സാധിക്കും. നക്ഷത്രാധിപനായ വ്യാഴം ഉച്ചസ്ഥിതിയിൽ സഞ്ചരിക്കുന്നത് കർമ്മഗുണത്തിന് കാരണമാകുന്നതാണ്. വിഷയങ്ങളുടെ മർമ്മം മനസ്സിലാക്കി സംസാരിക്കും. കുടുംബജീവിതത്തിൽ വളരെയധികം തൃപ്തിയുണ്ടാകും. കടം കൊടുത്ത തുക തിരിച്ചു കിട്ടുവാനിടയുണ്ട്. വിദ്യാർത്ഥികൾ കായിക മത്സരങ്ങളിൽ വിജയിക്കുന്നതാണ്. മുൻപ് തുടങ്ങിയ പ്രൊജക്റ്റ് പൂർത്തിയാക്കുന്നതാണ്. അനാവശ്യമായ ആദി കഴിവതും ഒഴിവാക്കണം. കരാറുകളിലെ നിബന്ധനകൾ മുഴുവനായി മനസ്സിലാക്കുവാൻ തയ്യാറെടുക്കേണ്ടതാണ്. സാമൂഹികമായ ആദരവ് ഈ ആഴ്ച കൈവരുന്നതാണ്. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. നക്ഷത്രാധിപനായ ശനിക്ക് വക്രഗതി തുടരുന്നതിനാൽ വ്യക്തിപരമായ പല കാര്യങ്ങളും ആലോചിച്ച ശേഷം വേണ്ടെന്ന് വെക്കേണ്ടി വരും. ആലസ്യം ബാധിക്കാം. 9 ഉച്ചവ്യാഴം ഗുണാനുഭവങ്ങൾ സമ്മാനിക്കുന്നതാണ്. പ്രവർത്തന മേഖലയിൽ ശത്രുക്കൾ ഒഴിയും. പ്രബന്ധ അവതരണം മികച്ചതാകുന്നതാണ്. സാമ്പത്തികമായ കാര്യങ്ങളിൽ മെച്ചം വന്നെത്തും. ജന്മരാശിയിൽ ചൊവ്വ ഉള്ളതിനാൽ ക്ഷോഭം നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട്. മറ്റുള്ളവരുടെ ബഹുമാനം നേടുവാൻ കഴിയും. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ഫലപ്രദമായ ചികിത്സ കിട്ടുന്നതാണ്. ഭൂമി ക്രയവിക്രയം ചെയ്യുക എന്നത് എളുപ്പമാകുന്ന വാരമല്ല. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച ഉറപ്പുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന വാരമാണ്. വ്യക്തി സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുന്നതിൽ ജാഗ്രത കാട്ടും. നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ രേഖകൾ മടക്കി കിട്ടാം. അതിവൈകാരികത കഴിവതും ഒഴിവാക്കേണ്ട വാരമാണ്. വായ്പയ്ക്കുള്ള അപേക്ഷ പരിഗണിക്കപ്പെടും. സമൂഹത്തിലെ ഉന്നതരുമായി സൗഹൃദ സാഹചര്യം സംജാതമാകും. ഗാർഹികമായ അന്തരീക്ഷം വളരെയധികം മെച്ചപ്പെടുന്ന വാരമാണ്. ആഗ്രഹിച്ച ദിക്കിലേക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം. ജീവിത നിലവാരം വളരെയധികം വർദ്ധിക്കുന്നതാണ്. 5ാം ഭാവത്തിലെ ശനി ഉദാസീനത സമ്മാനിക്കും. ആത്മീയ സാഹചര്യങ്ങളോട് മനസ്സിണക്കം ഉണ്ടാകുന്ന വാരമാണ്. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. അവ്യക്തതകളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടാകും. എന്നാലും നിരുന്മേഷത ഉണ്ടാകുന്ന വാരമല്ല. പ്രവർത്തനങ്ങളിൽ മുഴുകുവാൻ കഴിയും. ആദിത്യൻ 11-ലാകിയാൽ അച്ഛനിൽ നിന്നും സഹായം പ്രതീക്ഷിക്കാം. ഉദ്യോഗസ്ഥർക്ക് മേലധികാരിയുടെ പ്രോത്സാഹനം ലഭിക്കും. 7ാം നക്ഷത്രത്തിൽ രാഹുവും ശനിയും സഞ്ചരിക്കുന്നതിനാൽ സാഹസ കർമ്മങ്ങൾ ഒഴിവാക്കേണ്ട വാരമാണ്. കുടുംബകാര്യങ്ങൾ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾക്ക് വിട്ടുകൊടുക്കും. ബിസിനസ്സിൻ്റെ സുഗമമായ നടത്തിപ്പിനായി ബന്ധുക്കളുടെ പങ്കാളിത്തം ക്ഷണിക്കുവാൻ കഴിയുന്ന വാരമാണ്.
അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. നല്ല കാര്യങ്ങൾക്കായി യാത്രകൾ ഉണ്ടാകും. തിടുക്കത്തിൽ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരികയാൽ അമണി പിണയാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ട വാരമാണ്. മനക്ലേശത്തിന് അയവുണ്ടാകും. നല്ല വാർത്തകൾ കേൾക്കുവാൻ കഴിയും. പരാശ്രയം കൂടാതെ കാര്യനിർവഹണം സാധ്യമാകുന്ന വാരമാണ്. സംഘടനകളിൽ അനിശ്ചിതത ഉറപ്പിക്കുവാനാകും. ശുക്രന്റെ നീചസ്ഥിതി തുടരുകയാൽ ഭൗതിക നേട്ടങ്ങളിലും ചെറിയ അതൃപ്തിയെങ്കിലും വരുന്നതാണ്. ഭൂമിയിൽ നിന്നും കരുതിയ വരുമാനം വന്നു ചേരില്ല. ബന്ധുക്കളെ സന്ദർശിക്കുവാൻ കഴിയും. ചിലർക്ക് ആത്മാർത്ഥമായ സമാശ്വാസം പകരുന്നതാണ്. അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. ഉന്നമനേച്ഛയും ഉത്കൃഷ്ട ചിന്താഗതിയും എപ്പോഴും ഉണ്ടാകും. എന്നാൽ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി മുഴുകുവാൻ എന്തുകൊണ്ടോ കഴിയാതെ വരുന്നതാണ്. വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസരാകുവാൻ ഇടയുള്ള വാരമാണ്. കരാർ പണികൾ തുടർന്നും ലഭിക്കുന്നതാണ്. ബിസിനസ്സിൽ നിന്നും ലാഭം വർദ്ധിക്കും. വാടക ഇനത്തിൽ വരുമാനം കൂടുവാൻ സാധ്യതയുണ്ട്. എതിർപക്ഷത്തെ നിശബ്ദരാക്കുന്ന തന്ത്രങ്ങൾ പയറ്റുന്നതിൽ വിജയിക്കുന്നതാണ്. ഉപാസനാദികൾക്ക് നീക്കം വരാം. വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങില്ല. കാമുകി കാമുകന്മാർക്ക് പ്രണയാനുഭവം നിർവിഘ്നമാകുന്ന വാരമാണ്. അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. നല്ല കാലം ആരംഭിച്ചതുപോലുള്ള അനുഭവങ്ങൾ വന്നു ചേരും. മനസ്സ് സമാശ്വാസത്തിൻ്റെ പാതയിലാണ്. കൂട്ടുകച്ചവടം വളരെയധികം നേട്ടങ്ങൾ സമ്മാനിക്കും. നല്ല കാര്യങ്ങൾക്കായി യാത്രകൾ ഉണ്ടാകുന്ന വാരമാണ്. ഉദ്യോഗത്തിൽ സ്ഥിരത ഭവിക്കും. മേലധികാരികളിൽ നിന്നും പ്രോത്സാഹനം പ്രതീക്ഷിക്കാം. നിങ്ങളുടെ വീട് വാങ്ങുവാനുള്ള ആഗ്രഹത്തിന് കൂടുതൽ കുതിപ്പുണ്ടാകും. ഗവേഷകർക്ക് പ്രബന്ധ സമർപ്പണം സാധ്യമാകുന്നതാണ്. കുടുംബകാര്യങ്ങളിൽ ഐക്യം പുലരും. വിഭിന്നതകളെല്ലാം മാറി അനുരഞ്ജനത്തിന് വഴിമാറുന്ന വാരമാണ്. ക്ഷീണ ശുക്രൻ ഭാഗ്യത്തിൽ തുടരുകയാൽ വയോജനങ്ങളുടെ കാര്യത്തിൽ വളരെയധികം കരുതൽ പുലർത്തേണ്ട വാരമാണ്. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. ഒട്ടേറെ കാര്യങ്ങൾ ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരും. പറയുന്ന വാക്കുകൾ പാലിക്കുന്നതിൽ നിഷ്കർഷത കാണിക്കും. വ്യാപാരികൾക്ക് വിതരണ സമ്പ്രദായത്തിലെ തടസ്സങ്ങൾ നീക്കുവാൻ കിണഞ്ഞ് പരിശ്രമിക്കേണ്ടി വരും. നിക്ഷേപങ്ങളിൽ നിന്നും ആദായമുണ്ടാകും. അസുഖങ്ങളുണ്ടോ എന്ന ഭീതി അലട്ടുന്നതാണ്. സ്ത്രീകളിൽ നിന്നും പിന്തുണയുണ്ടാകും. ഉദ്യോഗ മാറ്റത്തിന് ശ്രമിച്ചാലോ എന്ന ചിന്ത ദൃഢമാകുന്ന കാലമാണ്. മുടങ്ങിക്കിടക്കുന്ന വഴിപാടുകൾ